വീണ്ടും ചർച്ചയിലേക്ക് ശ്രീ പന്തളം സുധാകരൻ, ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ ഈ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നതാണ്. അതിന് പല കാരണങ്ങളുണ്ടാകാം, അതിന് വെളിപ്പെടുത്തലുണ്ടാവാത്തത് അവരുടെ ഭീഷണി കൊണ്ടാവാം, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാവാം. പക്ഷേ പരാതി ഉണ്ടായ വിഷയങ്ങളുമുണ്ട്. മറ്റൊന്ന്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സക്കീർ ഹുസൈൻ ഇടപെടാവുന്ന തരത്തിലുള്ള ഇടപെടൽ ഈ സർക്കാരിൻ്റെ കാലത്ത് നടത്താൻ കഴിയുന്നില്ല എന്നതൊരു വാസ്തവമായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഈ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പരാതി പറയുന്ന ഇപ്പോഴത്തെ ഗുണ്ടാ സ്ക്വാഡിലെ SI സ്ഥലം മാറ്റപ്പെട്ടത് സക്കീർ ഹുസൈൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൊടുത്ത പരാതിയിലാണ്. ആ പരാതിക്കും വലിയ കഴമ്പുണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല എന്ന് തന്നെയാണ് ഇതുവരെ ഉള്ള പഠനത്തിൽ മനസ്സിലാക്കാനും കഴിയുന്നത്. അപ്പോൾ കഴിഞ്ഞ സർക്കാരും സ്വീകരിച്ച നടപടികൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനേക്കാൾ വഷളായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അല്ല, ഞാനതല്ലേ പറഞ്ഞത്. ഇതിൽ ഒരിക്കലും ഞാൻ രാഷ്ട്രീയം കാണുന്നില്ല. ഇന്നിപ്പോ തന്നെ ഒരു പ്രമുഖ പത്രത്തിൽ ഹെഡ്ലൈൻ ന്യൂസായിട്ട് വന്നിരിക്കുന്നത് കേരള പോലീസിൽ തന്നെ പീഡന കേസിലെ പ്രതികളായി 65 പോലീസുകാരുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിപ്പോ 6 മാസം കൊണ്ടുണ്ടായതാണെന്ന് ഞാൻ പറയുന്നില്ല, ആരും പറയുന്നില്ല. അപ്പൊ ഗവൺമെന്റുകൾ LDF ആയാലും UDF ആയാലും മാറി മാറി വരും. പക്ഷെ ഈ ഭരണ സംവിധാനത്തെ അങ്ങേയറ്റം സ്വാധീനം ചെയ്യാൻ കഴിയുന്ന അവതാരങ്ങൾ ആണ് നമുക്ക് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചാർജ് എടുക്കുമ്പോൾ പറഞ്ഞ എന്റെ പേരിലുള്ള അവതാരങ്ങളെ സൂക്ഷിക്കണമെന്നാണ്. പക്ഷെ ഈ അവതാരങ്ങൾ ഇപ്പോൾ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സംവിധാനം കേരളത്തിലുണ്ട്. അതായത് ഒരു നക്സൽ ബിറ്റ്വീൻ ഈ മാഫിയക്കാരുമായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയാണെങ്കിലും ഈ മാഫിയകളിൽ തന്നെ ഒന്നുകിൽ ഒരു രാഷ്ട്രീയ നേതാവ് കാണും, അല്ലെങ്കിൽ ഒരു പോലീസ് കാണും, അല്ലെങ്കിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ കാണും, ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരി വരും, മന്ത്രി കാണും. അപ്പൊ ഈ ഒരു ചെയിൻ ഇങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാവും. അത് തന്നെയാണ് പാർവതി ഇവിടെ ആവർത്തിച്ച് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടിയെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനം പോലീസിലാണ്. ഇതിപ്പോ 48 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ പേരാമംഗലം CA അവിടെ നിന്ന് അനക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ അതിന്റെ അർത്ഥം അത്രമാത്രം ശക്തനായ ഒരു അവതാരമാണ് ഈ പേരാമംഗലം CA എന്നുള്ളതാണ്. അവിടെ UDF എന്നോ LDF എന്നോ കാണാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ മോഹനൻ സൂചിപ്പിച്ചല്ലോ, പഴയ കോൺഗ്രസിന്റെ കാലത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇടപെട്ട കേസുകൾ കാര്യം പറഞ്ഞല്ലോ. അവരൊക്കെ ശിക്ഷിക്കപ്പെട്ടു, കോടതികളിൽ വന്നു. ആ കാലത്തൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കലും രഹസ്യമായോ പരസ്യമായോ ഇവരെയൊന്നും രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവരെ തള്ളിപ്പറയാണ് ഉണ്ടായത്. പക്ഷേ ശ്രീ പന്തളം സുധാകരൻ, ഇപ്പോൾ സംഭവിച്ച ശ്രീ ആന്റണി ആശാമ്പറമ്പിലിന്റെ പ്രശ്നം തന്നെ, ആന്റണി ആശാമ്പറമ്പിലിനും ഇതേ തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തനം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണം. മാത്രമല്ല, ആ പരാതിക്കാരൻ കൃത്യമായി പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. ഇത് ആന്റണി ആശാമ്പറമ്പിൽ മാത്രം ഉൾപ്പെട്ട കാര്യമല്ല, അവിടുത്തെ ഒരു മുൻ മന്ത്രി കൂടി ഉൾപ്പെട്ടിരിക്കുന്ന വിഷയമാണ്. അവരാണ് ഇവിടുത്തെ ഈ മണ്ണ് നീക്കം അടക്കം അവിടെ ഗുണ്ടകൾക്കിടപെടാവുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്നത് എന്ന് ഗുരുതരമായ ആരോപണം അവിടെ നിൽക്കുന്നുണ്ട്. അതേക്കുറിച്ച് പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു ചർച്ച ഉയർന്നു വന്നില്ല എന്നതാണ് എന്ന ഒരു ഒറ്റക്കുറവ് മാത്രമേ ഉള്ളൂ. അല്ല, അത് ചർച്ച ഉയർന്നു വരണം. അത് ആന്റണിയെ തീർച്ചയായും ഞങ്ങളുടെ KPCC ഇപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തു. പിന്നെ ഒരു ചർച്ച പോലും വെക്കാതെ സസ്പെൻഡ് ചെയ്തു. രണ്ടാമത് ഇനി പഴയ മന്ത്രിമാരുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്ന് അതൊക്കെ അന്വേഷിക്കട്ടെ. ശ്രീ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി, ആരും തടസ്സം നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കുറ്റക്കാരെ സുതാര്യമായി അന്വേഷിച്ച് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം, അവരെ കൽപ്പുറങ്കിൽ അടയ്ക്കണം. അതാണ് വേണ്ടത്. ഇവിടെ ഈ വടക്കാഞ്ചേരി കേസ് യഥാർത്ഥത്തിൽ ഒരു DYFIയുടെ നേതാവായതുകൊണ്ട്, ഒരു CPMന്റെ കൗൺസിലർ ആയതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ഒരു നീക്കം നടക്കുന്നതായി വരികളിലൂടെ പല ക്രെഡിബിലിറ്റിയുള്ള നേതാക്കന്മാരുടെ വാക്കുകളിലൂടെ കാണുന്നതായിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാലുള്ള ഒരവസ്ഥ അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ, മാത്രമല്ല മാധ്യമങ്ങളിൽ 2 ദിവസമായിട്ടുള്ള വന്നിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ ശ്രീ അനിൽ പറഞ്ഞല്ലോ, MLA എന്നുള്ളതിൽ അദ്ദേഹത്തെ ഈ പരാതിക്കാരി കണ്ടു. അതുപോലെ തന്നെ അതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പോയി. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പാർവതി സൂചിപ്പിച്ചതുപോലെ ഒരു SIക്ക് ഒരു പെറ്റീഷൻ കൊടുത്താൽ അത് DGP വരെ ആ നിമിഷം അറിയുന്ന ഭരണ സംവിധാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷെ ഇവരെല്ലാം ഇത് അറിഞ്ഞതായിട്ട് നടിക്കാതെ വരണമെങ്കിൽ ഈ ജയന്തൻ എന്ന് പറയുന്ന ഒരു അവതാരം തന്നെയാണ്. അപ്പൊ കേരളത്തിൽ അവതാരങ്ങളുടെ അഴിഞ്ഞാട്ടമുണ്ട്. അതിന് രാഷ്ട്രീയം നോക്കരുത്. അതിനപ്പുറം ഇവരെ തള്ളിപ്പറയാൻ ഏത് പാർട്ടി CN മോഹനൻ, ഈ അവതാരങ്ങളുടെ അഴിഞ്ഞാട്ടമുണ്ട് എന്ന് പറയുമ്പോൾ അത്
എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ പ്രാദേശിക ഘടകങ്ങളിലെല്ലാം ഇത്തരം അഴുക്കുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ സക്കീർ ഹുസൈനെതിരായ വിഷയം വന്നതിന് തൊട്ടു പിന്നാലെയാണ് ആന്റണി ആശാമ്പറമ്പിലിനെതിരെയുള്ള കേസ് ഉയർന്നു വരുന്നത്. അതിൽ ആന്റണി ആശാമ്പറമ്പിലിനെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസും സ്വീകരിച്ചത്. ഇനിയിപ്പോൾ ഒരു സത്യം തെളിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു തീരുമാനമുണ്ടാവൂ എന്നതാണ് സക്കീർ ഹുസൈൻ്റെയൊക്കെ കാര്യത്തിൽ CPM-ൻ്റെ നിലപാട്. പൊതുവെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ മണൽ കടത്തുകാർ അല്ലെങ്കിൽ ഇത്തരം ഗുണ്ടകൾ ഇത്തരം ആളുകളുമായി എല്ലാം ഏതെങ്കിലുമൊക്കെ തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ബന്ധപ്പെടേണ്ടി വരും, സ്വാഭാവികമാണ്. പക്ഷേ അവരൊക്കെ പാർട്ടിയുടെ ഭാരവാഹികളാകുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നത് രാഷ്ട്രീയത്തിനപ്പുറം ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഞാനൊന്ന് പറഞ്ഞിട്ട് ആദ്യം നമ്മുടെ ഈ ആന്റണി ആശാമ്പറമ്പിലും അവതാരങ്ങൾ അവിടെ നിൽക്കട്ടെ. ഞാൻ വേറൊരു കാര്യത്തേക്ക് വരാം. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ശ്രീ പന്തളം സുധാകരൻ അദ്ദേഹം ചർച്ച വന്നാണ് കോൺഗ്രസ് നേതാവായിട്ടാണല്ലോ. നമ്മുടെ മുമ്പിൽ ഇപ്പോഴും തീരാത്തൊരു കേസ് ഞാൻ പറയാം. സോളാർ കേസിൻ്റെ കമ്മീഷൻ ഭാഗത്തുനിന്ന് പ്രശ്നം ഞാൻ പറയാം. ആ കേസിൻ്റെ അകത്തുള്ള ആ കേസിൽ സരിത എസ് നായർ ആ കമ്മീഷൻ കൊടുത്തൊരു മൊഴിയുണ്ട്. ആ മൊഴി പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിൽ ഇത്ര നമ്പർ മുറിയിൽ വെച്ചിട്ടാണ് അന്ന് MLA ആയിരുന്ന അബ്ദുള്ള കുട്ടി എന്നെ റേപ്പ് ചെയ്ത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് അന്ന് UDF-ൻ്റെ ഗവൺമെൻറ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല മന്ത്രിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയും. കേസെടുത്തോ? കേസെടുത്തില്ല. ഈ അബ്ദുള്ള കുട്ടി കേരള നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ച് ചിരിച്ചുകൊണ്ട് പോകായിരുന്നത്. ഇപ്പം അബ്ദുള്ള കുട്ടി MLA ആവാണ്ടേ, കേസെടുത്തില്ലല്ലോ. അവർ ചൂണ്ടിക്കാണിച്ച വേറൊരു കാര്യമാണ്, കേരളത്തിലെ ഒരു MP മുൻ മന്ത്രിയായിട്ടുള്ള ആൾ രാക്ഷസൻ, ആ രാക്ഷസൻ എന്നെ അദ്ദേഹത്തിൻ്റെ ഇവിടുത്തെ വീട്ടിലും ഡൽഹിയിൽ വെച്ച് റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. ആര്? സരിത എസ് നായർ. എന്നിട്ട് ആ രാക്ഷസൻ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടോ? ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. പാർലമെൻറ്റ് കേസെടുത്തോ? ഒരു കേസ് കൊടുത്തില്ല. കോൺഗ്രസിൻ്റെ എത്ര നേതാക്കന്മാരാണെന്ന് ഈ പറഞ്ഞ ആൾക്കാരുടെ എല്ലാം പേരിൽ ഒരു പെൺകുട്ടി വളരെ വ്യക്തമായി. ഞാൻ പറയാം, കോൺഗ്രസിൻ്റെ ഇപ്പം MLA അല്ലാത്ത അന്ന് മന്ത്രിയായിരുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളാണ്, അദ്ദേഹം എന്നോട് മോശമായി പെരുമാറി, എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. കേസെടുത്തോ? അദ്ദേഹം പറഞ്ഞിട്ട് കേരളത്തിലെ അന്നത്തെ ഏറ്റവും ഉന്നത നേതാവ് അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ആളെക്കുറിച്ച് അവർ പറഞ്ഞെന്താണ്? ഞാൻ പ്രതീക്ഷിക്കാത്ത പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായെന്ന് പറഞ്ഞു. കേസെടുത്തോ? നിങ്ങൾ അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടി കേരളത്തിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് പോലീസിനെ ആ ഭാഗത്തേക്ക് തിരിക്കാതെ റേപ്പ് കേസ് എടുക്കേണ്ട ആ കേസിൻ്റെ ഇതെല്ലാം വെറുതെ വിട്ട ആ കോൺഗ്രസ് ആണ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിണറായി പറഞ്ഞൊരു കാര്യം എന്താണ്? അവതാരങ്ങൾ എന്നുള്ള പേരിൽ ഹൈദരാബാദിൽ ഒരാൾ ഞാൻ പിണറായിയുടെ ഏറ്റവും അടുത്ത ആളാന്ന് പറഞ്ഞു. ആ പ്രസിഡന്റ് പിണറായി പറഞ്ഞേ ആ അവതാരങ്ങളെ സൂക്ഷിക്കണമെന്ന് പിണറായി സത്യസന്ധമായി വളരെ പരസ്യമായി പറഞ്ഞാണല്ലോ, രഹസ്യമായിട്ടല്ല പറഞ്ഞത്. പിണറായിയെ പറഞ്ഞോളൂ. പിണറായി വളരെ സത്യസന്ധമായി പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പിണറായി അങ്ങനെ പറഞ്ഞ ആ പാർട്ടിയും ആ ഗവൺമെൻറ്റും മറ്റ് ഗവൺമെൻറ്റിലെല്ലാം വ്യത്യസ്തമാണ്. ഞാൻ പറഞ്ഞ കോൺഗ്രസിൻ്റെ ഉദാഹരണമല്ല ഈ CPM-ൻ്റെയും LDF-ൻ്റെ ഉള്ളത്. എന്നാൽ എല്ലാം ഒന്നാണ്. ഇവിടെ മണൽ മാഫിയ, അവതാരങ്ങൾ, എല്ലാം ഒന്നാണ് എന്ന് കൂട്ടിക്കളത്തി പറയേണ്ടത് എന്തിനാണ്? CPIM ഈ കാര്യത്തിൽ രണ്ട് പ്രശ്നമാണ് മുമ്പിലുള്ളത്. ഒന്ന് സക്കീർ ഹുസൈൻ്റെ കേസ്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. സക്കീർ ഹുസൈനെ ഒരു പരാതി, ഞാൻ ആ പരാതിയുടെ വിശദാംശങ്ങളിലേക്കും മെറിറ്റിലേക്കും പോകുന്നില്ല. സക്കീർ ഹുസൈൻ്റെ കേസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഞാൻ ഒറ്റ കാര്യം ചോദിക്കണം. സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി മെമ്പറുള്ള ഒരാളെ കുറിച്ച് ഒരു പരാതി പത്രങ്ങളിൽ വന്നു, പോലീസ് കേസെടുത്തു. എന്നാൽ പിന്നെ എന്ത് ചെയ്യണം? ഉടനെ തന്നെ അന്വേഷണം വേണ്ട, സക്കീർ ഹുസൈൻ അങ്ങ് പാർട്ടിയിൽ പുറത്തായി കളയാം എന്ന് തീരുമാനിച്ചാൽ എന്തായി സ്ഥിതി? ഈ ഏത് കേസ് എന്നാൽ പിന്നെ പോലീസ് തന്നെയാണ് കേസ് അന്വേഷണം, നേരെ തൂക്കി കൊന്നാൽ പോരെ, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ച് ജയിലിൽ കിട്ടാൻ പോരെ 6-7 വർഷക്കാലത്തേക്ക്. അതായത് CRPC-ക്കകത്തും അല്ലെങ്കിൽ നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടിക്കകത്തും രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റല്ലെങ്കിൽ ഒരു വേറെ സന്നദ്ധ സംഘടന ആയിക്കോട്ടെ, ഈ സംഘടനകൾക്കെല്ലാം ബാധകമായ ഭരണഘടനയും അതിൻ്റെതായ ഒരു ചട്ടങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സക്കീർ ഹുസൈനെ പോലെ ദീർഘകാല പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു ചെറുപ്പക്കാരുടെ സംഘടന എന്നുള്ള നേതാവിനെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ട് വേറെ ആളെ സെക്രട്ടറി ആയിട്ട് നിശ്ചയിച്ചു, വേറെ ആളെ ചുമതല കൊടുത്തു, അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ അകത്ത് ഇടപെടലാൻ തീരുമാനിച്ചു. ഞാൻ ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള P രാജീവോ അല്ലെങ്കിൽ കേരളത്തിലെ ഉത്തരവാദിത്ത നേതാക്കന്മാരോ ഈ കേസിൽ ഇടപെട്ടെന്ന് ഏതെങ്കിലും പോലീസുകാരൻ പറഞ്ഞോ? നിങ്ങൾ തന്നെ പറഞ്ഞു കോൺഗ്രസിന്റെ കാലത്ത് വെച്ച ആൾക്കാരാണ് കേസ് അന്വേഷിക്കുന്നത്. ആരെങ്കിലും ഇടപെട്ടോ? ഇടപെട്ടില്ല എന്ന് പറഞ്ഞു പാർട്ടി. അപ്പം അതുകൊണ്ട് പാർട്ടി ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് സക്കീർ ഹുസൈൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചു. അതാണ്. രണ്ടാമത്തെ ജയന്തൻ്റെ കേസ് ഇന്നലെയാണ് പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ നടപടി ഇന്ന് സ്വീകരിച്ചു. അവരെ സസ്പെൻഡ്. അയാൾ ജയന്തൻ പാർട്ടിയുടെ മെമ്പർ മാത്രമാണ്, കൗൺസിലറാണ്. രണ്ടാമത്തെ കാര്യം, അയാളുടെ പാർട്ടി ഇന്ന് സസ്പെൻഡ് ചെയ്തു, പാർട്ടി മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്തു. എന്നിട്ട് ആ പ്രശ്നം സംബന്ധിച്ച് അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ രാധാകൃഷ്ണന്റെ വാക്കിൽ നിന്ന് അവരുടെ പേര് പറയാൻ പാടില്ല. കാരണം സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇരയുടെ പേര് പറയാൻ പാടില്ല. പക്ഷെ രാധാകൃഷ്ണൻ സംസാരിച്ചപ്പോൾ രാധാകൃഷ്ണന്റെ വായിൽ നിന്ന് അങ്ങനെ പറഞ്ഞുപോയി. അതിന് ഞാൻ പറഞ്ഞ രാധാകൃഷ്ണൻ പിന്നെ പറയൂലോ,
രാധാകൃഷ്ണനെ പോലുള്ള നിങ്ങൾ പറഞ്ഞു വളരെ പരിണതപ്രജ്ഞനായിട്ടുള്ള ജനങ്ങളുടെ വലിയ അംഗീകാരമുള്ള ഒരു ജനകീയ തീർച്ചയായും എന്തായാലും പക്ഷേ ഇതെല്ലാം ഈ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ലാഘവ ബുദ്ധിയോടെ പറയുന്ന തരത്തിൽ മുമ്പ് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണോ വിശദീകരണങ്ങൾ എന്ന് തോന്നിപ്പോകുന്നു. നിയമത്തിന്റെ വഴിക്ക് നേരത്തെ പോയതുപോലെ അല്ല. പിണറായി പറഞ്ഞല്ലോ, അതായത് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തെളിവ് എവിടെ നിന്ന് ചോദിക്കും, ആ തെളിവ് ഹാജരാക്കുമ്പോൾ കോടതി കൊടുക്കാൻ പറയും. കോടതി എതിരായി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ജനകീയ കോടതിക്ക് വിടും, പിന്നെ മനസാക്ഷിക്ക് വിടും. അതല്ലല്ലോ പറഞ്ഞേ, നിയമത്തിന്റെ വഴിക്ക് പോകുന്നല്ലോ പറഞ്ഞേ. നിയമപരമായി തന്നെ കോടതിക്ക് എത്തും. ഞങ്ങൾ പറഞ്ഞല്ലോ, നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സക്കീർ ഹുസൈന്റെ കേസ് സംബന്ധിച്ചുള്ള മുൻകൂർ ജാമ്യത്തിന്റെ അടുത്ത് കോടതി നിശ്ചയിക്കട്ടെ, ഞങ്ങൾ ഇടപെടാൻ പോയിട്ടില്ലല്ലോ. അതിന് ബഹുമാനപ്പെട്ട വിശദീകരിച്ചു കഴിഞ്ഞു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ NM പിയേഴ്സൺ, ഇതെല്ലാം ഒന്നാണ് എന്ന തോന്നൽ ഉണ്ടാക്കുന്നത് ഇപ്പോൾ CPM-ന്റെ പാർട്ടി, അദ്ദേഹം പാർട്ടി അംഗം മാത്രമല്ല, DYFIയുടെ ഔദ്യോഗിക ഭാരവാഹിയാണ്, ബ്ലോക്ക് സെക്രട്ടറിയൊക്കെയാണ്. ജയന്തൻ കൗൺസിലറാണ്. അദ്ദേഹം വളർന്നു വരുന്ന ഒരു യുവ നേതാവ് തന്നെയാണ്. ആ കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഗ്രാഫ് CPM-നെ പോലുള്ളൊരു പാർട്ടിയിൽ നോക്കിയാൽ, അദ്ദേഹത്തിൻ്റെ പ്രായവും എല്ലാം എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹം വളർന്നു വരാനിരിക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. ആ നേതാവ് ഈ പലിശ ഇടപാടിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നത് തന്നെയാണ് ഈ ചർച്ചയിൽ മറ്റൊരു തരത്തിൽ ഈ നേതാക്കൾ തന്നെ അവതരിപ്പിക്കുന്നത്. കാരണം അത് സാമ്പത്തിക ഇടപാടാണ്, അത് പലിശ ഇടപാട് തന്നെയാണ്. ആ നിലയ്ക്ക് വരുന്നു, അതൊരു വിഷയമല്ല എന്ന നിലയ്ക്ക് കൂടി അവതരിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ഒരാളെ ഉൾക്കൊണ്ടത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ ചേത്തപ്പേരുണ്ടാവുന്നത്? അല്ല, സക്കീർ ഹുസൈൻ്റെ കാര്യത്തിലും എനിക്ക് ആ കാര്യത്തിൽ അങ്ങനത്തെ ഒരു അഭിപ്രായമുള്ള ഒരാളാണ്. സക്കീർ ഹുസൈൻ്റെ കാര്യത്തിലും ജയന്തൻ്റെ കാര്യത്തിലുമൊക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിനും പാർട്ടിയുടെ മനുഷ്യനോടുള്ളതായിട്ടുള്ള കാഴ്ചപ്പാടിൻ്റെയും അടിസ്ഥാനത്തിൽ വളർന്നു വരുന്നതായിട്ടുള്ള ചെറുപ്പക്കാർക്ക് മാത്രമാണ് നാം അത്തരത്തിലുള്ള ഒരു അംഗീകാരം നൽകേണ്ട കാര്യമുള്ളൂ. മറിച്ച് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങൾക്ക്, പലിശക്കാർക്ക്, അതേപോലെ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതായിട്ടുള്ള, സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പങ്ങൾ കാണിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകൾ ചെറുപ്പക്കാരാണ്, അവർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുന്ന അർത്ഥമില്ല. അത്തരത്തിലുള്ള ആളുകൾ അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി. നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരേണ്ടതായിട്ടുള്ളൊരിടം എന്ന് പറയുന്നത്. അവരിതിനകത്ത് കടന്നു വരുന്നു എന്നുള്ളതാണ് പാർട്ടി ജീർണതയായിട്ട് കണക്കാക്കേണ്ടത്. സക്കീർ ഹുസൈനെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്നതായിട്ടുള്ള നടപടി പോരെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. സക്കീർ ഹുസൈനെ പാർട്ടിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തേണ്ടതാണ്. അയാളെ സസ്പെൻഡ് ചെയ്താൽ പോലും അപകടമില്ലാത്തൊരു കാര്യമാണ്. എറണാകുളം ജില്ല പോലെയുള്ളതായിട്ടുള്ള ഒരു ജില്ലക്കകത്ത് ജില്ലാ കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ആരോപണത്തിന് വിധേയമാകുക എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. മാത്രമല്ല, അത് അവസാനം ജില്ലാ സെക്രട്ടറി P. രാജീവ് ചുമക്കേണ്ട ഗതികേട് പോലും എത്തും എന്ന് കാണുമ്പോഴാണ് നമ്മളതിൻ്റെ അപകടത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്ന് എറണാകുളം ജില്ലയിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം അതുതന്നെയാണ്. എന്തിനാണ് അങ്ങനെ രാജീവിനെ പോലെയുള്ള, ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്ന, 2 ജില്ലയിൽ 2 നല്ല നേതാക്കൾ, ഒന്ന് രാധാകൃഷ്ണനും അതുപോലെ ഒന്ന് രാജീവും, 2 പേർക്കും പോറേൽക്കാൻ പറ്റുന്ന തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ എത്തിച്ചേർന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഹർഷൻ ചോദിച്ച വിഷയത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും പാർട്ടിയുടെ കാഴ്ചപ്പാടും അതേപോലെ തന്നെ പാർട്ടിയുടെ രാഷ്ട്രീയവും ഉൾക്കൊള്ളാൻ കഴിയാത്തതായിട്ടുള്ള ചെറുപ്പക്കാർ ഇത്തരത്തിൽ പാർട്ടിയുടെ വലിയ നേതൃതലങ്ങളിലേക്ക് ഉയർന്നു വരുന്നത്? ആ നേതൃതലങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവരെന്തിനാണ് ഗുണ്ടാ മാഫിയ സംഘങ്ങൾക്കും അതേപോലെ തന്നെ വ്യവസായികൾക്കും വ്യവസായികളുടെ ഇടനിലക്കാർക്കും വേണ്ടിയൊക്കെ ഇടപെടാൻ പോകുന്നത്? പാർട്ടിയുടെ ജോലിയാണ് അതെല്ലാനും, പാർട്ടി നേതാവിൻ്റെ ജോലിയാണ് അതെല്ലാനും. അതൊക്കെ കോടതി തീരുമാനിക്കട്ടെ. ഗുണ്ടകളെയും അതേപോലെ തന്നെ കള്ളത്തരം കാണിക്കുന്നതായിട്ടുള്ള വ്യവസായികളെയും ഒക്കെ ഇടപെടാനും കൈകാര്യം ചെയ്യാനുമായിട്ടുള്ള ചുമതല അവർക്ക് വിട്ടുകൊടുക്കുക, കോടതിക്ക് വിട്ടുകൊടുക്കുക. നേതാക്കളെ ഇത്തരത്തിൽ കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെയുള്ള അപകടങ്ങളിലേക്ക് എത്തപ്പെടും എന്നുള്ള തിരിച്ചറിവെങ്കിലും നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ ഒരുപോലെയാണ് എന്ന് പറയലല്ലാതെ ഇങ്ങനെ പാടില്ല.